ഈ വീഡിയോയിൽ ഫെസ്റ്റിൽ എങ്ങനെയാണ് മാനുവൽ സ്കോർ വഴി റിസൾട്ട് കയറ്റാന്ന് നോക്കാം. മാനുവൽ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ജഡ്ജസ് പേപ്പറിൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ തന്നു, അതിന്റെ സ്കോർ കാര്യങ്ങളൊക്കെ നമുക്ക് പേപ്പറിൽ തന്നു. ഇത് അഡ്മിൻസ് എന്ത് ചെയ്യാം, പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യാം. ജഡ്ജസ് എൻ്റർ ചെയ്യാതെ അഡ്മിൻസ് എന്ത് ചെയ്യാം, ഈ തന്ന ഈ പേപ്പറിലെ ഡാറ്റ കാര്യങ്ങളൊക്കെ അഡ്മിൻസ് എൻ്റർ ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഈ പ്രോഗ്രാം ഒരു റിസൾട്ട് ജനറേറ്റർ ആണ്. നമുക്ക് റിസൾട്ട് ടെസ്റ്റ് റിമൂവ് ചെയ്യാം. റിസൾട്ട് റിമൂവ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. ഇവിടെ മോറിൽ പോവാം, റിമൂവ് റിസൾട്ട്സ് കൊടുത്താൽ മതി. ഓക്കെ, ആ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. ഇവിടെ മാനുവൽ റിസൾട്ട് മാനുവൽ സ്കോറിലേക്ക് ചേഞ്ച് ചെയ്യാം. മാനുവൽ സ്കോർ ആയി കഴിഞ്ഞാൽ ജഡ്ജസിന് ആഡ് ചെയ്യാനുണ്ടാവും. ഇവിടെ ജഡ്ജ് എ, ജഡ്ജ് ബി ഡിഫോൾട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ജഡ്ജസിന് ആഡ് ചെയ്യാൻ ഇവിടെ മാനേജ് ജഡ്ജസ് കൊടുക്കാം. പുതിയ ജഡ്ജിനെ ആഡ് ചെയ്യാം. ജഡ്ജസ് ഇല്ലാത്ത ഇവിടെ ആഡ് കൊടുക്കാം. ഈ ജഡ്ജിനെ നമുക്കൊരു വേണമെങ്കിൽ മെയിൽ കൊടുക്കാം, സ്റ്റാഡ് ജഡ്ജ് കൊടുക്കാം. ജഡ്ജസിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജഡ്ജ് എ, ബി, സി 3 ജഡ്ജസ് ഉണ്ട്. നമുക്ക് ജഡ്ജസിന്റെ ഓരോരുത്തർ തന്ന സ്കോർ ടോട്ടൽ ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ കാണാൻ കഴിയും 10ലാണ് ഓരോ ജഡ്ജിന്റെ ഔട്ട് ഓഫ് സ്കോർ. ഇത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 20ലാണെങ്കിൽ 20 കൊടുക്കാം. കൊടുക്കാം. അതുപോലെ ഓരോന്ന് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ സ്കോർസ് എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് അപ്പൊ തന്നെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാം. ഈ സ്കോർ ബേസ് ചെയ്താണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുക. റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ റിസൾട്ട് വരുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ഒക്കെ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വന്നത് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ഇതേ കാര്യങ്ങൾ റിസൾട്ടിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രോഗ്രാം എടുത്ത് ഇവിടെ മാനുവൽ റിസൾട്ട് ആണ്, നമുക്ക് മാനുവൽ സ്കോറിലേക്ക് ചേഞ്ച് ചെയ്യാം. മാനുവൽ സ്കോറിലേക്ക് ചെയ്താൽ ആദ്യം തന്നെ നമുക്ക് ജഡ്ജസിന് ആഡ് ചെയ്യാനുണ്ടാവും. അതായത് ജഡ്ജിനെ ആഡ് ചെയ്തു, ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു ജഡ്ജിനുള്ള ഓപ്ഷൻ കാണുന്നത് 10 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 20 കൊടുക്കാം. നേരെ സേവ് ചേഞ്ചസ് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. റിസൾട്ട് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ എൻഡേഡില് ആ പ്രോഗ്രാം കിടന്നുണ്ട്. ഇവിടെ റിസൾട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോ മാനുവൽ സ്കോർ, അതായത് ജഡ്ജസ് തന്ന സ്കോർ അഡ്മിൻസ് എൻ്റർ ചെയ്യുന്നത് ഇത്ര എളുപ്പമാണ്.